തിരുവല്ല കാവുംഭാഗം ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെള്ളക്കെട്ടായതോടെ ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. KSRTC ബസ്സുകളിലാണ് കുടുംബങ്ങളെ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റിയത്. ദുരിതമറിഞ്ഞ് സഹായിക്കാൻ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. കാവുംഭാഗം ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആ ക്യാമ്പിലേക്ക് പ്രവേശിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രമാത്രം വലിയ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. സാധനങ്ങൾ എത്തിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിലുള്ള ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ഒപ്പം ജനപ്രതിനിധികളുടെ ഇടപെടലൊക്കെ മാനിച്ച് ഇപ്പോൾ ക്യാമ്പിലുള്ളവർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. തൊട്ടടുത്തുള്ള MGM സ്കൂളിലേക്ക് പോവുകയാണ്. പല ബസ്സുകളിലായിട്ടാണ് അവർ ഈ മറ്റൊരു ക്യാമ്പിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ക്യാമ്പ് മാറുകയാണല്ലേ? മാറും. വലിയ ബുദ്ധിമുട്ടായിരുന്നോ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സമയത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് സൗകര്യമായിരുന്നു. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ ചുറ്റും വന്നതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പ്രായമായ അമ്മയും കൊണ്ടൊക്കെ താഴെ ഇറങ്ങി വരാനും ബാത്റൂമും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, പ്രായമായതല്ലേ. അമ്മ ക്യാമ്പ് മാറുകയാണ്. ഭയങ്കര പ്രയാസമായിരുന്നില്ലേ വെള്ളക്കെട്ടൊക്കെ ആയിട്ട്? ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് മാറാൻ കഴിഞ്ഞത് ആശ്വാസമായോ അമ്മയ്ക്ക്? തീർച്ചയായിട്ടും. ഇന്നലെ കരുതിയായിരുന്നു. ഇന്നലെ വൈകിട്ട് അതിന്റെ ബാക്കിലേക്ക് വെള്ളം വന്നപ്പോൾ, സ്കൂളിന്റെ ബാക്കിൽ വെള്ളം വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഇവരെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന്, MGM സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. എത്ര ബസ്സിൽ ആളുകളെ കൊണ്ടുപോയി? ഇപ്പം നമ്മളൊരു 5 ബസ് ആളുകൾ മാറിക്കഴിഞ്ഞു. പിന്നെ 300-ന് മേളിലായിരുന്നു നമുക്ക് ഇവിടെ ക്യാമ്പ് ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്രയും വെള്ളം കടന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ ക്രമീകരണങ്ങളും വൈകിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര രാവിലെ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. ക്യാമ്പ് അവിടെ മാറുകയാണ്. ആശ്വാസമായി. അവിടെ വെള്ളക്കെട്ടാണ്, അല്ല വേറെ കുഴപ്പമില്ല. വെള്ളക്കെട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ആഹാരം വാങ്ങിക്കാനും എല്ലാത്തിനും. ഇനിയിപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്നറിയില്ല. അവിടെ ചെന്നെങ്കിലും ഉണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ സ്കൂളിൻ്റെ ഒരു അവസ്ഥയെ പറ്റിയും അവർക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ KSRTC ബസ്സിലാണ് യാത്ര. എല്ലാ സംവിധാനങ്ങളും, പോലീസാകട്ടെ KSRTC ബന്ധപ്പെട്ട സംവിധാനങ്ങളാകട്ടെ എല്ലാം ഊർജ്ജസ്വലമായി ഇവരുടെ ഒപ്പം നിൽക്കുകയാണ്. പരാതി ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്ത് ഇവരെല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് സ്കൂളിലെ വെള്ളക്കെട്ടിൽ നിന്ന് അവർ മറ്റൊരു സ്കൂളിലേക്ക്, ആശ്വാസന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. അതിനുമപ്പുറത്തേക്ക് അവർക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ബസ്സിൽ പോകുന്ന ഓരോ കുടുംബങ്ങളും ഉള്ളത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.